CMRL ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നുണ്ട്. അതായത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് ED ആണ് ആ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നത്. അതായത് CMRL കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 10 സ്ഥലങ്ങളിൽ ED റെയ്ഡ് നടത്തുന്നു എന്നുള്ള വാർത്താക്കുറിപ്പ് തന്നെ ED പുറത്തിറക്കുകയാണ്. അതായത് മുൻ മുഖ്യമന്ത്രിയുടെ മകളും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി EDയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. CMRL നിന്ന് വ്യാജ ചെലവുകളുടെ മറവിൽ വിവിധ വ്യക്തികൾക്ക് ഫണ്ട് വകമാറ്റിയതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഗുണഭോക്താക്കളിൽ ഒരാളാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് EDയുടെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന പരിശോധനകളെ അത് ഒഫീഷ്യലായി ED ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. നമ്മൾ കണ്ണൂരിലേക്ക് തന്നെ പോവുകയാണ്. പിണറായിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായിലെ വീടിന് മുന്നിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ തത്സമയം ചേരുകയാണ്. ബിജീഷ്, അപ്പോൾ അവിടെയും പരിശോധനകൾ അല്പസമയം മുൻപ് ആരംഭിച്ചു എന്ന് ബിജീഷ് പറഞ്ഞിരുന്നു. അപ്പോൾ പൂട്ടിയിട്ട വീട് തുറന്നുകൊടുത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അപ്പോൾ ഈ വീടുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും, അതുമായി അടുപ്പമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടോ? അവരുടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ നമുക്ക് നിലവിൽ ലഭ്യമാണോ? പരിശോധനകൾ എങ്ങനെ പുരോഗമിക്കുന്നു ബിജീഷ്? രാവിലെ 6 മണിയോട് കൂടിയാണ് CRPF അതുപോലെ തന്നെ ED ഉദ്യോഗസ്ഥന്മാരും ഇവിടെ എത്തിയത്. CRPFന്റെ വലിയ പോലീസ് സംഘം, സേനാ സംഘം ഇതിനകത്തുണ്ട്. അവർ 8 മണിക്ക് ശേഷമാണ് ഇതിനകത്ത് പരിശോധനയ്ക്ക് വേണ്ടി കയറിയത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഉദ്യോഗസ്ഥന്മാർ വീടിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങി, ഒരു വാതിലൂടെ ഇറങ്ങി മറുഭാഗത്തേക്ക് പോകുന്നുണ്ട്. അകത്ത് പരിശോധന പൂർത്തിയായോ എന്നുള്ള കാര്യത്തിനകത്ത് വ്യക്തതയില്ല. പക്ഷേ അകത്ത് നിന്ന് ഇറങ്ങി ഔട്ട് ഹൗസിലേക്കുള്ള വഴിയിലേക്ക് അവർ പോവുകയാണ്. ഒപ്പം തന്നെ വീടിന്റെ ഇതുമായി ബന്ധപ്പെട്ട ആരോ ഒരാൾ കൂടി അതിനകത്തുണ്ട്. അത് ബന്ധുവാണോ അല്ലേ ആരാണ് എന്നുള്ള കാര്യത്തിനകത്ത് വ്യക്തതയില്ല. ഏതായാലും CRPFന്റെ സേനാംഗങ്ങൾ നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ. പിണറായിലുള്ള ഈ പാണ്ഡ്യാലമുക്കിലുള്ള വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. 6 മണിയോട് കൂടി ഈ സംഘം ഇവിടെ എത്തിയിരുന്നു. പക്ഷേ വീട് തുറന്നു കിട്ടാത്തതിനെ തുടർന്ന് അത് 8 മണി വരെ കഴിഞ്ഞാണ്. 8 മണി കഴിഞ്ഞാണ് സംഘത്തിന് പരിശോധനയ്ക്കായി അകത്ത് കയറാൻ പറ്റിയത്. ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാം ഈ പിണറായിലുള്ള പോലീസിന്റെ ഉൾപ്പെടെയുള്ള സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ CPM പ്രവർത്തകർ ഈ റോഡിന് കുറച്ച് അപ്പുറത്തായിട്ടായി, ഈ റോഡിന്റെ വീട്ടിലേക്ക് വരുന്ന റോഡിന്റെ തൊട്ടടുത്തായിട്ട് CPM പ്രവർത്തകരും നിൽക്കുന്നുണ്ട്. പക്ഷെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതുവരെ. പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നു, പരിശോധന അകത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും പരിശോധന, പിണറായിലെ വീട്ടിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ. നേരെ പോകുന്നത് കോഴിക്കോടേക്കാണ്. അവിടെയും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ്. അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ് അലി, കൊട്ടൂളിയിലെ വീട്ടിലെ പരിശോധനയും തുടങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നുണ്ട്. ഏതെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ഇപ്പോൾ പരിശോധന തുടങ്ങിയിട്ട് 3 മണിക്കൂർ പിന്നിടുകയാണ്. 6 മണിയോട് കൂടിയാണ് ഇവിടെ പരിശോധന ആരംഭിച്ചത്. 12 സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടോളിയിലെ മുഹമ്മദ് റിയാസിന്റെ ഗ്രേസ് എന്ന പേരിലുള്ള വീട്ടിലാണ്. ഗ്രേസ് എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിന്റെ പിതാവ് പണി കഴിപ്പിച്ചതാണ്. ആ വീട്ടിൽ തന്നെയാണ് മുഹമ്മദ് റിയാസും കഴിഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ED പരിശോധന നടക്കുമ്പോൾ ആ വീട് അടച്ചിട്ടാണ് ഉള്ളത്. അതിനകത്താണ് പരിശോധന നടക്കുന്നത്. പുറത്ത് കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. എന്തായാലും ഈ 12 സ്ഥലങ്ങളിലും ഒരേ സമയമാണ് പരിശോധനകൾ ആരംഭിച്ചത്. ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നതിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആരെങ്കിലും വരികയോ അകത്തേക്ക് ആരെങ്കിലും കയറുകയോ ചെയ്തിട്ടില്ല. മൊബൈൽ ഫോണുകളെല്ലാം ഫ്രീസ് ചെയ്തിട്ടാണ് ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും പരിശോധന എപ്പോൾ തീരുമെന്നോ എന്തെങ്കിലും കാര്യങ്ങളോ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ വിവരങ്ങളില്ല. മുഹമ്മദ് റിയാസ് ഈ വീട്ടിലില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. മുഹമ്മദ് റിയാസോ മുൻ മന്ത്രി റിയാസിന്റെ ഭാര്യ വീണയോ ഈ വീട്ടിലില്ല. ബന്ധുക്കൾ പക്ഷേ ഈ വീട്ടിലുണ്ട്. അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്, അവരുമായി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതിനുശേഷം ഈ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക. എന്തായാലും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ CMRLുമായി ബന്ധപ്പെട്ട്, നിപുണ എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട്, ഈ 3 കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. EDയിൽ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. എന്തായാലും ഈ ബാംഗ്ലൂരിലുള്ള 2 കേന്ദ്രങ്ങളും കേരളത്തിലെ 10 സ്ഥലങ്ങളുമായി കൊച്ചിയിലും കോഴിക്കോടും കണ്ണൂരിലും ഒക്കെയായി പരിശോധനകൾ നടക്കുന്നു. 12 സ്ഥലങ്ങളിലാണ് ഈ പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ
ചോദ്യം ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ ED ചോദ്യം ചെയ്യുന്നത് വീണ വിജയനെയും അതുപോലെ തന്നെ സരിൻ എന്ന് പറയുന്ന ആളെയുമാണ്. സരിൻ എന്ന ആരാണ് എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് EDയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് കർത്തയുടെ മകനാണ് എന്നാണ്. എന്തായാലും ഈ പരിശോധനകൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല, പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും പരിശോധനകൾ തുടരുകയാണ്. കൊച്ചിയിലടക്കം പരിശോധനകൾ തുടരുന്നു. ബംഗളൂരുവിൽ പരിശോധന, തിരുവനന്തപുരത്ത് ED റെയ്ഡ്, അങ്ങനെ വിവിധയിടങ്ങളിലായിട്ടുള്ള റെയ്ഡ് പുരോഗമിക്കുമ്പോൾ ED തന്നെ ഒഫീഷ്യലായി ഇക്കാര്യം അറിയിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുന്നു എന്നുള്ള കാര്യം കൂടി ED ഒഫീഷ്യൽ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നുണ്ട്.